നമസ്കാരം. സ്പീഡ് ന്യൂസ്. എച്ചിപ്പാറയിൽ കാട്ടാന വീടിന് മുകളിലേക്ക് തെങ്ങുമറിച്ചിട്ടു. വരിക്കൂട്ടിൽ മൊയ്തീൻകുട്ടിയുടെ വീടിന് നേരെയാണ് കാട്ടാന ആക്രമണം. ആർക്കും പരിക്കില്ല. തിരുവില്ലാമലയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് തെറിച്ച് വീണ് വീട്ടമ്മ മരിച്ചു. പഴമ്പാലക്കോട് കൂട്ടുപാതയ്ക്ക് സമീപം താമസിക്കുന്ന ചക്കിങ്കൽ 65 വയസ്സുള്ള ഇന്ദിരാദേവിയാണ് മരിച്ചത്. ബസ് പഴയന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാഴൂർ കോലോം വളവിന് സമീപം ബസ് സ്റ്റോപ്പ് വളവിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. തൃശൂർ പുല്ലഴി സ്വദേശി കുരുതുക്കുളങ്ങര വള്ളൂക്കാരൻ പൊറിഞ്ചുമകൻ 44 വയസ്സുള്ള സോണിയാണ് മരിച്ചത്. സോണിയുടെ മകൻ ആന്റണിയെ പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണുത്തി ഒല്ലൂക്കരയിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞ ഓട്ടോ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. കാളത്തോട് സ്വദേശി പണിക്കശ്ശേരി വീട്ടിൽ അസീസ്, മണ്ണുത്തി സ്വദേശി മാളിയേക്കൽ വർഗീസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. സർക്കാരിന്റെ ഫണ്ട് മുടങ്ങിയതോടെ സംസ്ഥാനത്തെ സ്കൂളുകളിലെ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് പദ്ധതി വഴിമുട്ടുന്നു. അധ്യയന വർഷം 10 കോടി രൂപ വകയിരുത്തിയെങ്കിലും തുക അനുവദിച്ചില്ലെന്ന് പരാതി. വൈദ്യുതി ലൈനിൽ മരം വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട തൃശൂർ ഗുരുവായൂർ പാതയിലെ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. തോളൂരിലാണ് വൈദ്യുതി ലൈനിലേക്ക് മരം വീണത്. എഴുത്തച്ഛൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും കർമ്മശ്രീ പുരസ്കാര വിതരണവും തൃശൂരിൽ നടന്നു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. തൃശൂർ വിശ്വകർമ്മ സൌഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും ആദരണീയവും നടന്നു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിൽ നടന്ന ചടങ്ങ് VSS മുൻ ജില്ലാ പ്രസിഡന്റ് ബാലൻ കണിമംഗലത്ത് ഉദ്ഘാടനം ചെയ്തു. വ്യാജ വായ്പയെടുത്ത കരുവന്നൂർ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. കരുവന്നൂർ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയായ ബിജു കരീമിനെതിരെ കേസെടുക്കാനാണ് ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. ഗാന്ധി മാർഗ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സർവോദയ സുഹൃത്ത് സംഗമം സംഘടിപ്പിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒളരി കൊട്ടിൽ റോഡിൽ സെമിത്തേരിക്ക് മുന്നിൽ സ്ഥാപിച്ച മൊബൈൽ ടവറിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം. മൊബൈൽ ടവർ ഉടൻ പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാർ. മച്ചാട് വിദ്വാൻ എളയത് സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായർ എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. വാർഡ് മെമ്പർ KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരിയിൽ വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറിയുടെയും യുവകലാസാഹിതിയുടെയും നേതൃത്വത്തിൽ MT അനുസ്മരണം സംഘടിപ്പിച്ചു. കഥാകൃത്ത് P ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ദുബായിൽ നടക്കുന്ന എമിറേറ്റ്സ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലേക്ക് ബബിൾഗം ദുബായ് ഒരുക്കിയ ഹ്രസ്വ സിനിമ തെരഞ്ഞെടുക്കപ്പെട്ടു. വെബ് സീരീസ് എന്ന പ്രത്യേക വിഭാഗത്തിലാണ് വിടമാട്ടൻ എന്ന ഹ്രസ്വ സിനിമ പ്രദർശിപ്പിക്കുക. 37 വർഷമായി ദുബായിൽ കഴിയുന്ന പോൾസൺ പാവർട്ടിയാണ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിൽ ഞായറാഴ്ചയും ബാങ്കിംഗ് സേവനം ആരംഭിക്കുവാൻ സംഘം വാർഷിക പൊതുയോഗം തീരുമാനിച്ചു. പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ ചേർന്ന യോഗത്തിൽ സംഘം പ്രസിഡന്റ് PK രാജൻ അധ്യക്ഷത വഹിച്ചു. ആദ്യമായി പങ്കെടുത്ത മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ 12-കാരിയായ ആരോമ മധു. തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂളിൽ നടന്ന 7ാമത് സംസ്ഥാനതല സബ് ജൂനിയർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് ആരോമ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. CPM കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ KB മുജീബ് അനുസ്മരണം നടത്തി. CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി KM മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ വ്യാപാരി വ്യവസായി സഹകരണ സംഘം വാർഷിക പൊതുയോഗം നടന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി അധ്യക്ഷത വഹിച്ചു. വർണ്ണക്കുട സാംസ്കാരികോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. ഇതിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു. ചിറ്റാട്ടുകര മേഖലാ ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ കാർണിവൽ നടത്തി. ബ്രഹ്മകുളത്ത് നടന്ന കാർണിവൽ CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. സഹോദരങ്ങൾ ഒരുമിച്ച് പൌരോഹിത്യം സ്വീകരിച്ച് പ്രഥമ ദിവ്യബലി അർപ്പിച്ചു. വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിയിലെ ഇടവകാംഗമായ ചെറുതാണിക്കൽ ഡീക്കൻ പ്രിൻസ്, ഡീക്കൻ ഫ്രാങ്കോ എന്നിവരാണ് പൌരോഹിത്യം സ്വീകരിച്ച് പ്രഥമ ദിവ്യബലി അർപ്പണം നടത്തിയത്.
ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാളമുറി യൂണിറ്റ് സമ്മേളനം നടത്തി. 3 പീടിക വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനത്തിൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KR ശിവദാസൻ പതാക ഉയർത്തി. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം കയ്പമംഗലത്ത് നടന്നു. ET ടൈസൺ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ സെന്റർ വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലം ഉടമകളുടെയും വാടകക്കാരുടെയും യോഗം ചേർന്നു. റവന്യൂ മന്ത്രി K രാജൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ല. അവണിശ്ശേരി അംബേദ്കർ നഗറിൽ ഗ്രാമീണ വായനശാല ആരംഭിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങര മോനൊടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന്റെ ഓഫീസ് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് ബാലൻ നന്ദിപുരത്ത് അധ്യക്ഷത വഹിച്ചു. ഏപ്രിൽ 23 മുതൽ മെയ് 3 വരെയാണ് നവീകരണ കലശം. നാടകപ്രവർത്തകൻ ദീപൻ ശിവരാമനെ ജന്മനാട് ആദരിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് എന്നിവർ ചേർന്ന് ദീപൻ ശിവരാമനെ ആദരിച്ചു. ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2000-2001 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ അധ്യാപകരെ ആദരിക്കലും നടന്നു. പ്രധാനാധ്യാപിക ജുലിൻ ജോസഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഡീന ജോൺ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ DMO തലത്തിൽ അന്വേഷണം നടത്തണമെന്ന് ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ. നഴ്സുമാർക്ക് സമ്മർദ്ദം കൂടാതെ സമാധാനപരമായി ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ആശുപത്രിയിൽ ഉണ്ടാകണമെന്നും നഴ്സസ് അസോസിയേഷൻ. അവണിശ്ശേരി ഫെസ്റ്റ് സാംസ്കാരിക സമ്മേളനം സംഗീത സംവിധായകൻ നടേഷ് ശങ്കർ ഉദ്ഘാടനം ചെയ്തു. VK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരി മനീഷ മുകേഷ് ലാൽ മുഖ്യാതിഥിയായിരുന്നു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 125ാം വാർഷികത്തോടനുബന്ധിച്ച് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.